അതാണ് താരങ്ങളാണ്. ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണ് എല്ലാവരും. അപ്പം എന്താ പറയുക, വളരെ സന്തോഷം. അപ്പം പുതുമുഖ സംവിധായക ശരൻ്റെ വിളഞ്ഞാട്ടം, വിളയാട്ടം അല്ലേ, ഭയങ്കര രാഹുൽ കൈയടക്കമുള്ള വിളയാട്ടം. എനിക്ക് തോന്നുന്നു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇമോഷൻസും ഉണ്ട്. അതായത് ജോസഫിന് ശേഷം എനിക്ക് ചേട്ടൻ്റെ നമ്മൾ ഫുള്ള് ഫേഷ്യൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തുള്ളൊരു ഓരോ സീനും ഭയങ്കര ലൈഫും ഉണ്ടായിരുന്നു. എല്ലാവരും മാസമാവാൻ ജോജുവിന് മ്യൂസിക്കിന്റെ ആവശ്യമില്ല. അഫ്കോഴ്സ് മ്യൂസിക് ഭയങ്കര ഇൻഡെപ്ത് ആയിരുന്നു. അതിന് എല്ലാത്തിനും ഓരോ ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് ശരൺ അമേസിംഗ്ലി, എനിക്ക് എപ്പോഴും ഡൗട്ട് ഉള്ളത് ശരണിന്റെ ലൈഫാണോ എന്ന്. ഞങ്ങളെല്ലാവരും ശരണിനോട് ചോദിക്കുന്നുണ്ട്. അല്ല, അത് ശരിക്കും അങ്ങനെയാണ്. ഒരു നടന്ന കഥ പോലെ, സ്വന്തം വീട്ടിൽ നടന്ന പോലെ, നമുക്ക് റിലേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഡയറക്ടർ അയാൾ ഒരു കഥ എടുത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടാണ്. ഇങ്ങനെ ഒരു നെഞ്ചില്ലാതെ അങ്ങനെ ആ ഒരു വാക്ക് പറയേണ്ടിയിരിക്കണം. കാരണം ഡ്രാമ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഡയലോഗിൽ പോലും അതില്ല. വെരി മെച്ചുവേർഡ് ആയിട്ടുള്ള ഇത് ഈ സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ്. ആരാണെൻ്റെ മക്കൾ ഉറപ്പായിട്ടുള്ളത് മലയാള സിനിമയും നല്ല സിനിമകളുടെ കൂട്ടത്തിൽ വരുന്നൊരു സിനിമ തന്നെയായിരിക്കും. മിസ്റ്റർ ബോബി കുര്യൻ എന്ന് തോന്നുന്നു ഫീൽ ഗുഡ് മൂവി. ഒരു ഫാമിലി എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ നല്ല മൂവി. ഇനിയും വാക്കില്ല, ഇതിപ്പോ ഒരു കോംപ്ലിമെന്റ് ഇല്ല. ബ്യൂട്ടിഫുള്ളി നരേനയുടെ 3 ആൺമക്കള് എന്ന നല്ല പടമാണ്. ഒരു ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അതായത് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ആ ഒരു തറവാട്ടിൽ തന്നെ ജീവിച്ച് വളരുന്ന, അല്ല അവരോടൊപ്പം തന്നെയുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ അസാധ്യ പടമൊന്നോ അടിപൊളി പടമൊന്നും അല്ല പറയാം. നമുക്ക് തിയേറ്ററിൽ കയറി ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനെ പടം തരുന്നുണ്ട്. ഒരു ലൈഫുണ്ട്. 3 പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സുരാജാണെങ്കിലും അലൻസിയറാണെങ്കിലും അതുപോലെ ജോജു ആണെങ്കിലും അസാധ്യ പെർഫോമൻസ് ആണ്. അതായത് ഇവർ 3 പേരെ കാസ്റ്റ് ചെയ്ത് ഈ പടത്തിൽ കിട്ടിയെന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ജോജുവിൻ്റെ പെർഫോമൻസ് ചില സീനുകളിലൊക്കെ എഴുന്നേറ്റ് കൈയടിക്കും, ചില ഡയലോഗ് ഡെലിവറിയൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ, എക്സ്പെഷ്യലി ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ, റിയൽ ലൈഫിൽ നടക്കുന്ന കുറേ ഇൻസിഡൻസുകളും നമ്മളുടെ ചേട്ടനനിയന്മാർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും, പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവരൊക്കെ ഈ വീട്ടിൽ കൂടുന്നതിൻ്റെയൊക്കെയാണ് കഥയുടെ ഒരു പ്ലോട്ട് പോകുന്നത്. രസമാണ്, കണ്ടിരിക്കാം. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ലാഗിലാണ് പോകുന്നതെങ്കിലും പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്ത ഈ പടം മേക്ക് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ തന്നെ എഡിറ്റിംഗ് ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും, പിന്നെ എടുത്തു പറയേണ്ടത് റൈറ്റർ ഡയറക്ടറൊക്കെ ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ ഡയറക്ടറാണ് ഏറ്റവും വലിയ കൈയ്യടി കൊടുക്കുന്നത്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. അത് ഫീൽ ഗുഡ് എലമെൻസ് ഉള്ള നല്ലൊരു പടം തന്നെയാണ്. നാരായണൻ്റെ മക്കൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ MP സാറിൻ്റെ കഥയൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഈ പടം കണ്ടിട്ട് തോന്നിയത്. കാരണം നമ്മൾ ഇതൊക്കെ നടക്കുന്ന സംഭവം തന്നെയാണ്, ഇതിൽ യാഥാർത്ഥ്യമായി നടക്കുന്ന കഥകളാണ് തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭമാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ പടം അതിൽ മനോഹരമാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ കിടിലൻ കഥാപാത്രം. നമ്മൾ വർഷങ്ങളായിട്ട് ഇവരൊക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ കണ്ട് ഇത് വ്യത്യസ്തമായിട്ടൊരു കഥ. പക്ഷേ അധികം ബഹളമോ എന്താ പറഞ്ഞത്, അധികം അടിച്ചുപൊളിയുന്ന അല്ലെങ്കിൽ ഭയങ്കര ഗംഭീര പടമൊന്നുമല്ല. ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. കാരണം നല്ലൊരു സ്റ്റോറി, ഒരു തറവാട്ടിലടക്കം 3 സഹോദരങ്ങളുടെ കഥ ബെസ്റ്റായിട്ടുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നത് നമുക്കൊരു ഫീലിംഗ് ഒക്കെ വന്നിട്ട് ഒരു ഇമോഷൻ എന്തെന്ന് പറയുന്നത് അതൊക്കെ ഒരു മനുഷ്യൻ്റെ സംഭവിക്കുന്ന വൈകാരികമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് വരുന്നുണ്ട്. അതിൽ നല്ലൊരു മൂവിയാണ്. എല്ലാവർക്കും ധൈര്യപൂർവ്വം ഒന്ന് കാണും.